എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാ സ്റ്റുഡൻസിനും സ്വാഗതം. മെയിനായിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ്, റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സ്, മൊമെൻ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് നോക്കാം. അതിനു മുന്നേ ഫോഴ്സിന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. എന്താണ് ഫോഴ്സ്, എങ്ങനെയാണ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ ഡിഫറെൻറ്റ് വേയ്സിൽ നമുക്ക് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദ കോസ് ഓഫ് ചേഞ്ച് ഇൻ ദി സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ എ ബോഡി, അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബോഡീനെയോ പാർട്ടിക്കിളിനെയോ ഒരു നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ബോഡീനെ ചലിപ്പിക്കുന്നതിനോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോഡീനെ നിശ്ചലമാക്കുന്നതിനോ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻറ്റിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു ഭാരമുള്ള ഒരു വസ്തുവിനെ നമുക്ക് തള്ളി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഇല്ലേ, നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻ്റ് ഇല്ലേ, അതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എപ്പോഴും ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോ ന്യൂട്ടണിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്, സെക്കൻഡ് സ്ക്വയർ ആണ്. 1 ന്യൂട്ടൺ ഇസ് ഈക്വൽ ടു 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സ് ആണ്. ഫോഴ്സിന് മെയിനായിട്ട് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്? മാഗ്നിറ്റ്യൂഡ്, ഡിറക്ഷൻ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ. ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊരു small diagram വഴി I will explain with a diagram. Here is a diagram. Here we can see a force F is equal to 4 kilonewton acting at a point C with a line of action AB at an angle 40 degree to the horizontal. Okay, ഇതിൽ F is equal to 4 kilonewton അല്ലെങ്കിൽ 4 ന്യൂട്ടൺ, 4 kilonewton അല്ലെങ്കിൽ 4 ന്യൂട്ടൺ. That is called magnitude of force. F is equal to 4 kilonewton. That is called the magnitude of force. Then this force acting at a point C. This point is called the point of application. The force ഏത് പോയിന്റിലാണ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്, ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡയറക്ഷൻ. എങ്ങനെയാണ് പറയുക? ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു 40 ഡിഗ്രി ഹൊറിസോണ്ടൽ ലൈനുമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ ഫോഴ്സ് 40 ഡിഗ്രി മേക്ക് ചെയ്തിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഡയറക്ഷൻ. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ക്വാഡ്രൻ്റൽ സിസ്റ്റം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ് ക്വാഡ്രൻ്റ്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അടുത്തത് ലൈൻ ഓഫ് ആക്ഷൻ. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ AB, ആ ഫോഴ്സ് ഏത് ലൈനിൽ കൂടിയാണോ കടന്നു പോകുന്നത് അതിനെയാണ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇത്രയേ ഉള്ളൂ: മാഗ്നിറ്റ്യൂഡ്, ഡിറക്ഷൻ, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് 2 വേർഡ് ഉണ്ട് ഈ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ: വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് സ്കലാർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി ആൻഡ് സ്കലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്നത് അതിനൊരു മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. ഒരു ക്വാണ്ടിറ്റീനെ നമ്മൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വെച്ചാണ് സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ: ഫോഴ്സ്, വെലോസിറ്റി, ആക്സിലറേഷൻ. എപ്പോഴും നമുക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണെന്നും കൂടെ പറയണം. ആ ഫോഴ്സ് എത്ര കിലോഗ്രാമാണ് അല്ലെങ്കിൽ എത്ര കിലോ ന്യൂട്ടനാണ്, എത്ര കിലോ ന്യൂട്ടനാണ് കൊടുത്തിരിക്കുന്നത്. ആ ഫോഴ്സ് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നതും കൂടെ പറഞ്ഞാൽ മാത്രമേ അതിനൊരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയാം. അടുത്തത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? മാസ്, ലെങ്ത് ആൻഡ് ടൈം. മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര കിലോഗ്രാം മാസാണ്, അല്ലെങ്കിൽ ലെങ്ത് പറഞ്ഞാൽ ഒരു 40 സെൻറ്റിമീറ്റർ ലെങ്ത് അല്ലെങ്കിൽ 40 മീറ്റർ ലെങ്ത്, അങ്ങനെ മാത്രമേ നമ്മൾ പറയുള്ളൂ. അങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രം സ്പെസിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തത് നമുക്ക് ഉള്ളത് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ്. സിസ്റ്റം ഓഫ് ഫോഴ്സസ്.
സിസ്റ്റം ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 2 ടൈപ്സിലാണ് അത് ചെയ്യുന്നത്. ഒന്ന് കോപ്ലാനാർ ഫോഴ്സസ് ആൻഡ് നോൺ കോപ്ലാനാർ ആൻഡ് നോൺ കോപ്ലാനാർ ഫോഴ്സസ്. അതിൽ വാട്ട് ഇസ് കോപ്ലാനാർ ഫോഴ്സസ്? കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് സെറ്റ് ഓഫ് ഫോഴ്സസ് ലൈ ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഒരു സെറ്റ് ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സസിൻ്റെ എല്ലാ ലൈൻ ഓഫ് ആക്ഷനും ഒരു സിംഗിൾ പ്ലെയിനിലാണ് ഉള്ളതെങ്കിൽ അതിനെയാണ് കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പം നോൺ കോപ്ലാനാർ ഫോഴ്സസ് ഒബ്വിയസ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് സെറ്റ് ഓഫ് ഫോഴ്സസ് ഡസ് നോട്ട് ലൈ ഇൻ എ സിംഗിൾ പ്ലെയിൻ. ഒരു കൂട്ടം ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒരു സിംഗിൾ പ്ലെയിനിലായിരിക്കില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയിനിലായിരിക്കും. അതിനെയാണ് നോൺ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് പറയുന്നത്. കോപ്ലാനാർ ഫോഴ്സസ് തന്നെ 4 ടൈപ്സ് ഉണ്ട്: കൊലീനിയർ, പാരലൽ, കൺകറന്റ് ആൻഡ് നോൺ കൺകറന്റ്. ഓക്കെ, ലെറ്റ് us see one by one. First, move on to collinear forces. Here see a figure. Here we can see a figure. From the figure we can see the 3 forces. 3 forces P1, P2 and P3 lie on the same line of action. But line of action act along the same line. അതിനെയാണ് കൊലീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. ലൈൻ ഓഫ് ആക്ഷൻ ആക്ട് ഓൺ ദി സെയിം ലൈനെയാണ് നമ്മൾ കൊലീനിയർ ഫോഴ്സസ് എന്ന് പറയുന്നത്. അടുത്തത് പാരലൽ ഫോഴ്സസ് ആണ്. പാരലൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സസും ഉണ്ടാവും, ഹൊറിസോണ്ടൽ ഫോഴ്സസും ഉണ്ടാവും. വെർട്ടിക്കലായിട്ട് ഒരേ പ്ലെയിനിൽ വെർട്ടിക്കലായിട്ട് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതാണ് വെർട്ടിക്കലായിട്ടും ചെയ്യാം, പാരലലായിട്ടും. ഇതേപോലെയുള്ള ഫോഴ്സസാണ് പാരലൽ ഫോഴ്സസ്. അടുത്തത് കൺകറന്റ് ഫോഴ്സസ് ആണ്. കൺകറന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എല്ലാം മീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റിലായിരിക്കും. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഓൾ ദി ഫോഴ്സസ് കം ടുഗെദർ അറ്റ് എ സിംഗിൾ പോയിന്റ്. അതിനെയാണ് കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഉണ്ടാവും. F1, F2, F3 and F4 are 4 forces. The line of action of these 4 forces are meeting at a single point O. These type of forces are called concurrent forces. So non-concurrent forces, here is the figure. Non-concurrent forces the line of action of all the forces does not meet at a single point. അതിനെയാണ് നമ്മൾ നോൺ കൺകറൻറ്റ് പറയുന്നത്. ഇതേമാതിരി ഒരു പ്ലെയിൻ ഉണ്ടാവും, ഡിഫറെൻറ്റ് ഫോഴ്സസ് ഉണ്ടാവും, പക്ഷേ ലൈൻ ഓഫ് ആക്ഷന് വേറെ ആയിരിക്കും. ഓരോ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും, സിംഗിൾ പോയിന്റിൽ മീറ്റ് ചെയ്യില്ല. അതാണ് നോൺ കൺകറൻറ്റ് ഫോഴ്സസ്. ഇതേമാതിരി നമുക്ക് ഇപ്പോൾ ഇതിൽ പറഞ്ഞ മാതിരി നോൺ കോപ്ലാനാർ ഫോഴ്സസിൽ പാരലൽ, കൺകറൻറ്റ്, നോൺ കൺകറൻറ്റ് ഉണ്ട്. നോൺ കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് സെറ്റ് ഓഫ് ഫോഴ്സസ് ഡസ് നോട്ട് ലൈൻ എ സിംഗിൾ പ്ലെയിൻ ആയിരിക്കില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയിനിലായിരിക്കും ഒരു സെറ്റ് ഓഫ് ഫോഴ്സസിന് ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ടാവുക. അതിൽ പാരലൽ ഫോഴ്സസും കൺകറൻറ്റ് ഫോഴ്സസ്, നോൺ കൺകറൻറ്റ് ഫോഴ്സസും ഉണ്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ എവറിത്തിങ്? ഐ ഹോപ്പ്. Next, move on to resultant forces. What is resultant forces? Let us see. We can discuss what is resultant forces and how to calculate resultant forces. First of all, what is resultant forces? Resultant force ആണ് ഒരു സിംഗിൾ ഫോഴ്സ് ആണ്. അത് റീപ്ലേസബിൾ ഫോഴ്സ് ആണ്. അതായത് സിംഗിൾ ഫോഴ്സ് വിച്ച് ക്യാൻ ബി റീപ്ലേസ് 2 or more forces and produce the same effect on the body. ഒരു ബോഡിയിൽ 2 or 3 ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. F1 and F2. ഇതേമാതിരി ഫോർ എക്സാമ്പിൾ ഈ ബോഡിയിൽ F1 and F2 ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് സെയിം ഡയറക്ഷൻ ആണ്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ. ഈ 2 ഫോഴ്സസും റീപ്ലേസ് ചെയ്തിട്ട് ഇതിനൊരു സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റുകയാണ്. അങ്ങനെ കിട്ടുന്ന സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് പറയുന്നത്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ, സെയിം ഡയറക്ഷനാണ് ഫോഴ്സ്, സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് സിംപ്ലി അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. R is equal to റിസൾട്ടൻ്റ് ഫോഴ്സ് R is equal to F1 plus F2. ഓക്കെ, ഇനി സെക്കൻഡ് കേസ് സെയിം ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്, ബട്ട് ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. F1 towards right and F2 towards left. So we can consider towards right force, consider it as a positive force. Towards left, consider it as a negative force.
സോ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു F1 മൈനസ് F2. ഇനി ആൻസർ F1 മൈനസ് F2 ചെയ്തിട്ട് ആൻസർ പോസിറ്റീവ് ആൻസറാണ് കിട്ടുന്നതെങ്കിൽ റിസൾട്ടൻറ്റ് ആർ ഇസ് ഈക്വൽ ടു പോസിറ്റീവ് ആണെങ്കിൽ അത് ആക്ട് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് സൈഡും, നെഗറ്റീവ് ആണെങ്കിൽ അത് ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡുമാണ് ആക്ട് ചെയ്യുക. അതാണ് റിസൾട്ടൻറ്റ് ഫോഴ്സ്. അത് സെയിം ഇഫക്റ്റ്, ആ രണ്ട് ഫോഴ്സ് എങ്ങനെയാണോ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് സെയിം ഇഫക്റ്റ് തന്നെയായിരിക്കും ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന സമയത്ത്. ഇനി ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ, ഇതേപോലത്തെ കേസ് ആണെങ്കിൽ ഇവിടെയും 50 കിലോ ന്യൂട്ടൺ 70 കിലോ ന്യൂട്ടൺ രണ്ട് ഫോഴ്സസ് ഉണ്ട്. അത് സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. ആംഗിൾ മേക്ക് ചെയ്യുന്നത് ഇവിടെ ആംഗിൾ 50 കിലോ ന്യൂട്ടൺ ഫോഴ്സ് making an angle 30 degree to the horizontal. Here same 30 degree to the horizontal. So simply we can add the two forces. Add ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് upward ഫോഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവും, തേർഡ് ക്വാഡ്രൻറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവും. സോ -20 ഡിഗ്രിയാണ് ആൻസർ വരിക. -20 ഡിഗ്രി, how to indicate -20 degree? -20 degree downward force is in the third quadrant. Same 30 degree. Same 30 ഡിഗ്രിയിൽ തേർഡ് ക്വാഡ്രൻറ്റിൽ ഹൊറിസോണ്ടൽ ആംഗിളുമായിട്ടാണ്, ഹൊറിസോണ്ടൽ ലൈനുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത്. ഇതേമാതിരിയാണ് നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുക. അത് സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണെങ്കിൽ സിംപ്ലി നമ്മൾ ഫോഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. ബട്ട് ശ്രദ്ധിക്കേണ്ടത് ഫോഴ്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവ്, ലെഫ്റ്റ് ആണെങ്കിൽ നെഗറ്റീവ്. അതേമാതിരി ഫസ്റ്റ് ക്വാഡ്രൻറ്റ് അപ്വേർഡ് ആണെങ്കിൽ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻറ്റ് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറയും. വാട്ട് ഈസ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ the process of finding out the resultant force of a number of given forces is called composition of forces. Composition of forces എന്ന് പറഞ്ഞാൽ നമ്മൾ റിസൾട്ടൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നതിനുള്ള പ്രോസസ്സിനെയാണ് കോമ്പോസിഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് കേസ്, ഇങ്ങനെ ഒരു കേസ് തന്നാൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കുക, അതിനാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.